സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ഒക്കാബുലറി സെക്ഷനിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സിനെ കുറിച്ചാണ്. ചോദ്യങ്ങൾ ചോദിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ചോദ്യം ചോദിക്കാൻ ആവശ്യമായ വാക്കുകൾ നമ്മൾ ഹൃദിസ്ഥമാക്കിയിരിക്കണം. ഇൻട്രോഗേറ്റീവ് എസെൻഷ്യൽ വേർഡ്സ് നമുക്ക് ചർച്ച ചെയ്യാം. രണ്ട് ഫാമിലിയായി നമുക്കിതിനെ തരംതിരിക്കാം. ഒന്ന് WHൽ ആരംഭിക്കുന്നതും മറ്റൊന്ന് HOയിൽ ആരംഭിക്കുന്നതും. നമുക്ക് ആദ്യം WHൽ ആരംഭിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് ചർച്ച ചെയ്യാം. വാട്ട്, വെന്, വൈ, വേർ, ഹു ഇവയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ഫസ്റ്റ് നമുക്ക് വാട്ട് എന്ന വേർഡ് പരിചയപ്പെടാം. എന്ത്, എങ്ങനെയുള്ള, എന്തൊക്കെ എന്ന അർത്ഥത്തിലാണ് വാട്ട് ഉപയോഗിക്കുന്നത്. ആസ്ക് ഫോർ ഇൻഫർമേഷൻ, വിവരങ്ങൾ ചോദിച്ചറിയുന്നതിന് വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുന്നു. ദ സെക്കൻഡ് വൺ, വെൻ, എപ്പോൾ, റെഫേഴ്സ് ഫോർ ടൈം, ഒരു കാര്യം നടന്ന സമയത്തെക്കുറിച്ച് അന്വേഷിച്ചറിയുവാൻ വേണ്ടി വെൻ എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുന്നു. അടുത്തത് വൈ, എന്തുകൊണ്ട്, ഒരു കാരണം നടന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചറിയുവാൻ വൈ എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുന്നു. ആസ്ക്സ് ഫോർ റീസൺ ഓർ പർപ്പസ്. ദ നെക്സ്റ്റ് വൺ, ഹൂ, ആര്, ആസ്കിങ് ഫോർ എബൌട്ട് പീപ്പിൾ, ഒരു ആളെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ച് ചോദിച്ച് അറിയുന്നതിന് വേണ്ടി ഹൂ എന്ന ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നു. അടുത്തത് വെയർ, എവിടെ, റെഫേഴ്സ് ടു പ്ലേസ്, ഒരു സ്ഥലത്തെക്കുറിച്ച് ചോദിച്ചറിയുന്നതിന് വെയർ എന്ന ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നു. വെയർ ആർ യു, നീ എവിടെയാണ്. നെക്സ്റ്റ് വൺ ഈസ് വിച്ച്, ഏത്, റെഫേഴ്സ് ടു ചോയ്സ്, നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തെക്കുറിച്ച് ഏതാണെന്ന് തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് ചോദിക്കുന്നത് വിച്ച് ആണ്. അടുത്തത് വാട്ട് ടൈം, ഏത് സമയം, വാട്ട് കൈൻഡ് ഓഫ്, ഏത് തരത്തിലുള്ള, വാട്ട് ഓൾ തിങ്സ്, എന്തെല്ലാം, വാട്ട് സോർട്സ് ഓഫ്, എന്ത് തരം. ഇതുകൂടാതെ ഹും, ആരെ, വിത്ത് ഹും, ആർക്കൊപ്പം, ഹും എവർ, ആരെയെങ്കിലും, ഹും എവർ അപ്പോയിൻറ്റഡ് ഹിം, ആരാണ് അവനെ നിയമിച്ചത്. കൂടാതെ ഹൂസ്, ആരുടെ, വെൻ, എപ്പോൾ, വെന്നെവർ, എപ്പോഴെങ്കിലും. ഇവയൊക്കെയാണ് WH ഫാമിലിയിൽപ്പെട്ട ക്വസ്റ്റ്യൻ വേർഡുകൾ. നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. വാട്ട്, എന്ത്, വേർ, എവിടെ, വെൻ, എപ്പോൾ, വിച്ച്, ഏത്, വൈ, എന്തിന്, ഹു, ആര്, ഹും, ആരെ, ഹൂസ്, ആരുടെ, വിത്ത് ഹും, ആരുടെ കൂടെ. അടുത്തത് HO ഫാമിലിയിൽപ്പെട്ട ക്വസ്റ്റ്യൻ വേർഡുകൾ നമുക്ക് നോക്കാം. ഹൗ, ഹൗ മെനി, ഹൗ മച്ച്, ഹൗ ലോങ്, ഹൗ ടാൾ, ഹൗ ഫാർ, ഹൗ സൂൺ എന്നിവയാണ് അവ. ഫസ്റ്റ് വൺ, ഹൗ. ഹൗ എന്നാൽ എങ്ങനെ, ഏതവസ്ഥയിൽ, ഒരു കാര്യം ചെയ്യപ്പെടുന്ന രീതി ചോദിച്ചറിയുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ. നെക്സ്റ്റ് വൺ, ഹൗ മെനി, എത്ര, കൗണ്ടബിൾ ക്വാണ്ടിറ്റിയെക്കുറിച്ച് ചോദിച്ചറിയുന്നതിന് ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ മെനി. നെക്സ്റ്റ് വൺ, ഹൗ മച്ച്, എത്ര, അൺകൗണ്ടബിൾ ക്വാണ്ടിറ്റിയെക്കുറിച്ച് ചോദിച്ചറിയുന്നതിനാണ് ഹൗ മച്ച് എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, ഹൗ ലോങ്, എത്ര നാൾ, സമയ ദൈർഘ്യത്തെക്കുറിച്ച് ചോദിച്ചറിയുന്നതിന് ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ ലോങ്. അടുത്തത് ഹൗ ടാൾ, എത്ര ഉയരമുണ്ട് എന്നതിനെക്കുറിച്ച് ചോദിക്കാൻ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ ടാൾ. അടുത്തത് ഹൗ ഫാർ, എത്രമാത്രം ദൂരെയാണ്, എത്ര ദൂരത്തിലാണ് എന്ന് ചോദിക്കുവാനുള്ള ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ ഫാർ എന്ന ക്വസ്റ്റ്യൻ വേർഡ്. നമുക്ക് HO ഫാമിലിയിൽപ്പെട്ട ക്വസ്റ്റ്യൻ വേർഡുകൾ ഒന്നുകൂടി നോക്കാം. ഹൗ, എങ്ങനെ, ഹൗ മെനി, എത്ര, ഹൗ മച്ച്, എത്ര, ഹൗ ലോങ്, എത്ര നേരം, ഹൗ ടാൾ, എത്ര ഉയരം, ഹൗ ഫാർ, എത്ര ദൂരം. ഇതുകൂടി ഓർത്തു വയ്ക്കുക. ഓൺ വാട്ട് ബേസിസ്, ഏതടിസ്ഥാനത്തിൽ, ഇൻ വിച്ച് ക്ലാസ്, ഏത് ക്ലാസ്സിൽ, ഹൗ മെനി ടൈംസ്, എത്ര പ്രാവശ്യം. വീഡിയോ ഉപകാരപ്രദമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.